ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഭ്രമയുഗത്തിൻ്റെ 14-ാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു ചെല്ലാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സിനിമ ഇതിനോടകം തന്നെ വേൾഡ് വൈഡിൽ നിന്ന് 56 കോടിയിലേക്ക് എത്തി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമ 7 കോടിക്ക് മുകളിൽ നേടിയിരിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്ന് 2.25 കോടിയിലേക്ക് സിനിമ എത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു. തെലുങ്കിൽ നിന്ന് 3 കോടിക്ക് മുകളിൽ സിനിമ എത്തിയതും ആയിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഹിന്ദി വെർഷൻ മാർച്ച് 1 റിലീസ് ചെയ്യുന്നു. തീർച്ചയായും അവിടെ ഒരു ബ്ലോക്ക് ബസ്റ്റർ അടിക്കുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് മലയാള സിനിമകളെ ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകൾ തന്നെയാണ് നോർത്ത് ഇന്ത്യയിൽ. പ്രത്യേകിച്ച് മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവരുടെ ചിത്രങ്ങൾക്ക് വലിയ ഡിമാൻഡാണ് എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും ഹിന്ദി വെർഷനിൽ ചെല്ലുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ആരാധകരുണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയങ്ങളുമില്ല. സിനിമയുടെ 14-ാം ദിവസത്തെ ട്രാക്ക്ഡ് കളക്ഷൻസിലേക്കൊക്കെ ചെല്ലുകയാണെങ്കിൽ ഇതുവരെ 557 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഏകദേശം 25 ലക്ഷത്തോളം രൂപയാണ് സിനിമയുടെ ട്രാക്ക്ഡ് കളക്ഷൻസായി പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഏകദേശം 40 ലക്ഷത്തോളം രൂപയായിരിക്കും സിനിമയുടെ ഇന്നത്തെയും കളക്ഷൻ എന്നുള്ളതാണ്. ഈ ഒരു 14 ദിവസത്തിൽ ആദ്യമായിട്ടാണ് സിനിമ 50 ലക്ഷം രൂപയ്ക്ക് താഴെ പോകുന്നത്. ഇതിനോടകം തന്നെ നമുക്കറിയാം 4 ദിവസങ്ങൾ 11-ാം ദിവസമാണ് സിനിമ 50 കോടി ക്ലബിൽ കയറിയത്. പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും ശരാശരി 1.5 കോടിക്ക് മുകളിലായിരുന്നു സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനായി വരുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ സിനിമ 60 കോടിക്ക് മുകളിലേക്ക് എത്തും. വരുന്ന ശനി ഞായറിലേക്ക് എത്തുമ്പോഴത്തേക്ക് തീർച്ചയായും 60 കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തും. ഒരു ഏത് റേഞ്ചിലേക്ക് സിനിമ എത്തുമെന്നുള്ളത് നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് പറയാം. എന്തായാലും മികച്ച രീതിയിൽ മികച്ച അഭിപ്രായത്തോടെ വേൾഡ് വൈഡായിട്ട് സിനിമ കുതിക്കുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.